അപ്പോൾ നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 51 മുതൽ 57 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരവാണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സർക്കിളിൽ ഒരു ട്രയാങ്കിളും വെച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ, അതായത് BOC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളുടെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒയും അതുപോലെ തന്നെ OA എന്ന് പറഞ്ഞ് ഞാനൊരു ലൈൻ ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്കിവിടെ OBA എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും അല്ലെങ്കിൽ AOB എന്ന് പറയുന്ന ട്രയാങ്കിളും AOC എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. അപ്പോൾ ഇതിൽ ട്രയാങ്കിൾ ഈ AOB എന്നതിൽ OBA എന്ന് പറയുന്ന ആംഗിൾ 20 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ട്രയാങ്കിൾ AOCയിൽ OCA എന്ന് പറയുന്നത് 30 ഡിഗ്രിയുമാണ്. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത് രണ്ടും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ AOB എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിളാണ് ഇവിടെ വരുന്നത്. അപ്പം ആംഗിൾ B20 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 20 ഡിഗ്രി തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് AOC എന്ന് പറയുന്ന ട്രയാങ്കിളും. അപ്പം ഇവിടുത്തെ ആംഗിൾ C എന്ന് പറയുന്നത് 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ രണ്ടും എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ആംഗിൾ A നമുക്ക് 50 എന്ന് എഴുതാം. എങ്ങനെ കിട്ടി 50 എന്ന് വെച്ചാൽ ഇവിടുത്തെ 20 പ്ലസ് ഇവിടുത്തെ 30, അങ്ങനെ നമുക്ക് ആംഗിൾ A എന്ന് പറയുന്നത് 50 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 50 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ BOC ഇതാ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആർക്കാണ്. അപ്പോൾ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ആർക്കിൻ്റെ രണ്ട് എൻഡ് പോർഷനിൽ നിന്നും പോയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആംഗിളാണിത്. അപ്പം ഈ 50 ഡിഗ്രീൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 × 2 എന്ന് പറയുമ്പോൾ ആംഗിൾ BOC നമുക്ക് കിട്ടി 100 ഡിഗ്രി എന്ന്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ BOCയിൽ നമുക്ക് BOC എന്ന് പറയുന്ന ആംഗിൾ കിട്ടി 100 ഡിഗ്രി എന്ന്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ Bയും ആംഗിൾ Cയും ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ ഉള്ളിലുള്ള ആംഗിൾസ്, അതായത് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ OBC എന്ന് പറയുന്നത് അതുപോലെ തന്നെ OCB ആൻഡ് BOC എല്ലാത്തിൻ്റെയും വളരെ സമ്മ് 180 ഡിഗ്രിയാണ്. ഇതിൽ BOCൻ്റെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം, 100 ഡിഗ്രി എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ OBC എന്ന് പറയുന്നത് OBCയും അതുപോലെ തന്നെ OCB എന്ന് പറയുന്ന രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പം ഈക്വൽ ആയത് എന്താ കാരണം എന്ന് വെച്ചാൽ ബേസ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 100നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 80 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ OBCയും OCBയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? 2OBC എന്ന് എഴുതാം. അപ്പോൾ 2OBC ഈക്വൽ ടു എന്താണ്? 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ 2നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 80/2 ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഈ ഒരു OBC എന്ന് പറയുന്ന ആംഗിൾ 40 ഡിഗ്രി. നമുക്കറിയാം രണ്ട് ഈക്വൽ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ OBC എന്ന് പറയുന്നത് 40 ആണെന്നുണ്ടെങ്കിൽ OCB എന്തായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും വരിക? ആംഗിൾ B എന്ന് പറയുമ്പോൾ 20 + 40 = 60 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ വരുമ്പോൾ ആംഗിൾ C 40 + 30 = 70 എന്നും കിട്ടും. അപ്പോൾ ഇതാണ് ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ. BOCൻ്റെ 100 ആണ്, OBCൻ്റെ 60 ആണ്, ദെൻ OCBൻ്റെ 70 ഡിഗ്രിയുമാണ്. അപ്പോൾ രണ്ടാമത്തെ പിക്ചറാണിത്. രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ AO രണ്ടും കൂടി ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ AOC എന്ന് പറയുന്നൊരു ട്രയാങ്കിളും കിട്ടി, AOB എന്ന് പറയുന്ന ട്രയാങ്കിളും ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഈ BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് OBC എന്ന് പറയുന്നതും OCB എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഇത് 40 ഡിഗ്രി ആയ സ്ഥിതിക്ക് OCBയും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ BOC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് കിട്ടി.
രണ്ട് ആംഗിൾ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓൾറെഡി നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. അത് ജസ്റ്റ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് BOC എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. അപ്പോൾ BOC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് 40 പ്ലസ് 40 80 ഡിഗ്രി നമുക്ക് കിട്ടി 100 ഡിഗ്രി എന്ന്. അപ്പോൾ ഇതിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ BOC എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ഒരു ആർക്കാണ്. അപ്പോൾ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 100 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആർക്കിൻ്റെ രണ്ടറ്റത്തു നിന്നും പോകുന്ന ലൈൻസ് ജോയിൻ ചെയ്ത് ഒരു ആംഗിൾ സർക്കിളിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ A എന്ന് പറയുന്നത് ഈ 100 ഡിഗ്രി ഇതിൻ്റെ ഹാഫാണ്. സോ 50 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ ABCൻ്റെ കാര്യം കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് BOCയിലെ എല്ലാ ട്രയാങ്കിളുടെയും എല്ലാ ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത് ABC എന്ന ട്രയാങ്കിളാണ്. അപ്പോൾ ABC എന്ന ട്രയാങ്കിളിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ആംഗിൾ Aൻ്റെ ഫുൾ പോർഷനും കിട്ടി. ഇനി AOC അതുപോലെ തന്നെ AOB എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ AOC കൺസിഡർ ചെയ്യാം. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇവിടെ AOCയിൽ നമുക്ക് OCA എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണല്ലോ. അപ്പം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ OCA എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഈ OAC എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ടും 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 30 ഡിഗ്രി കിട്ടി, ഇവിടെയും 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ OAC എന്ന് പറയുന്നത് OCA ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും 30 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അത് AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ OAB എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? മൊത്തത്തിൽ നമ്മുടെ ഈ A എന്ന് പറയുന്ന ആംഗിൾ 50 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു OAC അല്ലെങ്കിൽ OAC എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പം 50 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? OAB കിട്ടും 20 ഡിഗ്രി എന്ന്. OAB എന്ന് പറയുന്നത് 20 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇവിടെ OAB 20 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ BOA എന്തായിരിക്കും? 20 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മൊത്തത്തിലുള്ള ABC എന്ന് പറയുന്ന ട്രയാങ്കിളുടെ എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾസ് കണ്ടുപിടിക്കാം. ഇവിടെ ആംഗിൾ A ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 50 ഡിഗ്രി. ദെൻ ആംഗിൾ B എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 20 ഡിഗ്രിയാണ്. അപ്പോൾ 20 പ്ലസ് 40 നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ദെൻ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 30 ആണ്. ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 40 ഡിഗ്രി ആണെന്ന്, ബേസ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ 40 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 70 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ട്രയാങ്കിളുടെ ആംഗിൾസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കണം ആൻഡ് അതിലൊരു കോഡ് വരയ്ക്കണം. ഈ കോഡ് വരയ്ക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന സർക്കിളിനെ രണ്ട് പാർട്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ രണ്ട് പാർട്ടിൽ ഒരു പാർട്ടിൽ എല്ലാ ആംഗിൾ എന്ന് പറയുന്നതും 80 ഡിഗ്രി ആയിരിക്കണം എന്നാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് നമ്മൾ അതിലൊരു കോഡ് വരയ്ക്കണം. അപ്പോൾ കോഡ് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് ഭാഗമായിട്ട് സർക്കിൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. ഇതൊരു സെഗ്മെൻറ്റ്, ഇതൊരു മേജർ സെഗ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പോർഷൻ ആക്കിയിട്ട് ഡിവൈഡ് ആയി. ഇനി അടുത്തത് എന്താണെന്ന് പറയുന്നത്, ഒരു പാർട്ടിൽ എല്ലാ ആംഗിൾസും എന്തായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ആർക്കിൻ്റെ രണ്ട് അറ്റത്തു നിന്നും സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്ക് ഒരു ജോയിൻ ചെയ്ത് ഒരു ആംഗിൾ ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 80 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സർക്കിൾ വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ 160 ഡിഗ്രി മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ മാർക്ക് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റിനെയും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇതാണ് ആ 160 ഡിഗ്രി എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ആംഗിളും എന്തായിരിക്കണം എന്ന് പറയുന്നത്? 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സർക്കിളും ഒരു കോഡും വരയ്ക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോഡ് വരച്ചതിന് ശേഷം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ഒരു
പാർട്ടിൽ എല്ലാ ആംഗിൾസ് എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു. അപ്പോൾ സർക്കിളിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കോഡ് വരച്ചിട്ടുണ്ട്. കോഡ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ 2 പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കിളിനെ 2 പോർഷൻ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു പോർഷനിലാണ് നമുക്ക് എല്ലാ ആംഗിൾസും 110 ഡിഗ്രി ആണെന്ന് പറയുന്നത്. ദെൻ 110 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും ഒരു മേജർ ആർക്കുള്ളത്. അപ്പോൾ ഈ മേജർ ആർക്കിൻ്റെ ഡിഗ്രി നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? ഈ ഒരു ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 110ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 220 ആണ് നമുക്ക് വരുന്ന ആംഗിൾ. അപ്പോൾ നമുക്കിത് പ്രൊട്രാക്ടറിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആദ്യം ഒരു 180 ഡിഗ്രി പിന്നെ ഒരു 40 ഡിഗ്രി എടുക്കണം. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ്റെ ആംഗിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു പോർഷൻ്റെ ആംഗിൾ എങ്ങനെയായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 360 ഡിഗ്രിയിൽ നിന്ന് ഈ ബാക്കിയുള്ള ഈ 220 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ 140 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ 140 ഡിഗ്രി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ 2 എൻ പോയിന്റ്സ് കിട്ടും. ഈ എൻ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു 140 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. 140 ഡിഗ്രിയിൽ നിന്ന് ഞാനിപ്പോൾ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് 110 ഡിഗ്രി ആണ് വരേണ്ടത്. ബാക്കിയുള്ള പോർഷൻ 220 ഡിഗ്രി. അങ്ങനെ നമുക്ക് ഒരു കോഡ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ ഒരു കോഡ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അതിലെ 2 പോർഷനിൽ ഒരു പോർഷനിലെ എല്ലാ ആംഗിൾസ് എന്ന് പറയുന്നത് മറ്റേ പോർഷൻ്റെ ഹാഫ് ആയിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ 2 ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്തു. അതായത് ഇതൊരു കോഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വശത്തുണ്ടായിരുന്ന ഒരു ആംഗിൾ ഈ വശത്ത് ഒരു ആംഗിളിനും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ കണ്ടീഷൻ പ്രകാരം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എക്സ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. അതായത് x/2 ആയിരിക്കും. ഇവിടെ നമുക്ക് മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇത് എന്ത് വെച്ചാൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഒരു സർക്കിളിലെ 2 ഓൾട്ടർനേറ്റ് ആംഗിളുടെ സം എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ x+x/2 = 180 ഡിഗ്രി എന്ന് എഴുതുക. ദെൻ നമുക്ക് അത് വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് x+x/2 എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി, കാരണം സം ഓഫ് ദി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇൻ എ സർക്കിൾ. അങ്ങനെ വരുമ്പോൾ x+x/2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2x+x/2 എന്ന് കിട്ടും. 2x+x/2 എന്ന് പറയുമ്പോൾ 3x/2. 3x/2 = 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ ആംഗിളിൽ നിന്ന് നമ്മൾ 120 ഡിഗ്രി കണ്ടുപിടിച്ചു. ദെൻ 120 ഡിഗ്രി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 പോയിന്റ്സ് കിട്ടി. അപ്പോൾ ഈ പോയിന്റ് രണ്ടും ജോയിൻ ചെയ്ത് ഒരു കോഡ് വരയ്ക്കുക. അപ്പോൾ കോഡ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിലെ ആദ്യത്തെ പാർട്ട്, അതായത് ഈ എക്സ് എന്ന് പറയുന്ന ഇവിടെ 120 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ ഈ 120 ഡിഗ്രീൻ്റെ ഹാഫ് ആയിരിക്കണം ഇവിടെയുള്ള ആംഗിൾ. അപ്പോൾ അതെന്താണ്? 60 ഡിഗ്രി എന്നും മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേസിൽ കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. Question: Calculate the angles of the quadrilateral shown below and also the angles between its diagonals. ഓക്കെ, അപ്പോൾ നമ്മളോട് ഈ ക്വാഡ്രിലേറ്ററലിൻ്റെ എല്ലാ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയഗണലിൽ പ്രൊഡ്യൂസ് ആയിരിക്കുന്ന ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സർക്കിളിലെ ഒരു കോഡ്, ആ കോഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സബ്റ്റൻഡഡ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ BC എന്ന് പറയുന്ന കോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 2 ആംഗിൾസ് ഏതൊക്കെയാണ്? BAC അതുപോലെ തന്നെ BDC എന്നാണ്. അപ്പോൾ ഈ 2 ആംഗിൾ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് BDC എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രി ആണ്. അപ്പോൾ BAC എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ BAC എന്ന് പറയുന്ന ആംഗിൾ കിട്ടി. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തൊരു കോഡ് കൺസിഡർ ചെയ്യണം. അതായത് AD എന്ന് പറയുന്ന കോഡ്. AD എന്ന് പറയുന്ന കോഡിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ADCയും അതുപോലെ തന്നെ ADBയും. അപ്പോൾ ഈ 2 കോഡുകളാണ് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പം ACD = ABD. അപ്പോൾ ഇതിൽ ACD എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പം ADB എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 ഡിഗ്രി തന്നെ
ആയിരിക്കും. അപ്പോൾ അതേപോലെ നമ്മൾ അടുത്ത കോഡ് കൺസിഡർ ചെയ്യണം സി ഡി. ഈ സി ഡി എന്ന് പറയുന്ന കോഡിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ സി ഡി എന്ന് പറയുന്നതിൻ്റെ ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? ഈ സി ബി ഡി അതുപോലെ തന്നെ സി എ ഡി യു ആയിരിക്കും. അപ്പോൾ ഈ സി ഡി എന്ന് പറയുന്ന കോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് സി ബി ഡിയും സി എ ഡിയും. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ഇതിൽ സി ബി ഡി എന്ന് പറയുന്നതിൽ എത്രയാണ്? 45 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പോൾ സി എ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്വാഡ്രിലേറ്ററിലുള്ള ആംഗിൾസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഡയഗണൽസിലുള്ള ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ സി ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സി ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിൾ സിയും ആംഗിൾ ഡിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒ എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ 40 + 30 മൈനസ് ചെയ്താൽ നമുക്ക് സി ഒ ഡി എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. അപ്പോൾ 180 - 80 ഡിഗ്രി എന്ന് പറയുമ്പോൾ 100 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ സി ഒ ഡി കിട്ടി. സി ഒ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ഒ ബി എളുപ്പത്തിൽ എഴുതാൻ പറ്റും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ സി ഒ ഡി 100 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എ ഒ ബി എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എ ഒ ബി കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ സി ഒ ഡിയും കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ളത് എ ഒ ഡി അതുപോലെ തന്നെ ബി ഒ സി എന്ന് പറയുന്ന രണ്ട് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന സെൻറ്ററിലെ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓൾറെഡി നമുക്ക് രണ്ട് ആംഗിൾ കണ്ടുപിടിച്ച് വെച്ചതുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഒ ഡി അതുപോലെ തന്നെ ബി ഒ സിൻ്റെ ആംഗിൾ കിട്ടും. അപ്പോൾ ഇതിൽ എ ഒ ബി എന്ന് പറയുന്ന 100 ഡിഗ്രി, സി ഒ ഡിയും 100 ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ 100 + 100 200. അപ്പോൾ ആംഗിൾ എ ഒ ഡി പ്ലസ് ബി ഒ സി എന്ന് പറയുമ്പോൾ 160 360 മൈനസ് 200. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 160 എന്ന് കിട്ടും. അതായത് ഈ എ ഒ ഡി പ്ലസ് ബി ഒ സി എന്ന് പറയുന്നതാണ് 160 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു ബി ഒ സി ആണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ 160 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എ ഒ ഡി ബി ഒ സിൻ്റെ ആംഗിൾ കിട്ടി 80 ഡിഗ്രി എന്ന്. അപ്പോൾ ഇനി ട്രയാങ്കിൾ എ ഒ ഡി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടി എ ഒ ഡിൻ്റെ ആംഗിൾ കിട്ടി 80 ഡിഗ്രി. പിന്നെ നേരത്തെ നമ്മൾ എ ഡി സിയും കണ്ടുപിടിച്ചായിരുന്നു. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എ ഒ ബിൻ്റെയും അതുപോലെ തന്നെ സി ഒ ഡിൻ്റെയും ആംഗിൾസ് കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ളത് എ ഒ ഡി അതുപോലെ തന്നെ ബി ഒ സിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് ഒരു സർക്കിളിൻ്റെ, അല്ലേ? അപ്പം നമുക്ക് ഓൾറെഡി എ ഒ ബിയും സി ഒ ഡിയും അറിയാം. അപ്പോൾ ഇതിനെല്ലാം സമ്മ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ആംഗിൾ വെച്ച് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എ ഒ ഡിൻ്റെയും ബി ഒ സിൻ്റെയും ആംഗിൾ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ എ ഒ ബി സി ഒ ഡി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്, ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതി. അപ്പോൾ 100 + 100 200 ഡിഗ്രി പ്ലസ് എ ഒ ഡി പ്ലസ് ബി ഒ സി ഈക്വൽ ടു 360 ഡിഗ്രി. അതിൽ ആംഗിൾ എ ഒ ഡി പ്ലസ് ബി ഒ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുക? 360 മൈനസ് 200. അപ്പോൾ നമുക്ക് 160 ഡിഗ്രി കിട്ടി. അതായത് ഇത് രണ്ടും കൂടിയിട്ടാണ് എ ഒ ഡിയും ബി ഒ സിയും രണ്ടും കൂടിയിട്ട് 160 എന്നാണ്. അപ്പോൾ അതിൽ ഒരു ആംഗിൾ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്താലായിട്ട് മതിയാവും. അപ്പോൾ 160 ഡിവൈഡ് ബൈ 2 നമുക്കങ്ങനെ 80 കിട്ടി. അതായത് എ ഒ ഡി എന്ന് പറയുന്നത് 80 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആയതുകൊണ്ട് ബി ഒ സി എന്താണ്? 80 ഡിഗ്രി ആണ്. ഇനി അടുത്തത് എ ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റ് ആംഗിൾസ് കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഇതിലിപ്പോൾ ഈ പോർഷനിലുള്ള 45 ഡിഗ്രി ആയി, നമുക്കിവിടെ 80 ഡിഗ്രിയും കിട്ടി. ഇനി ഇവിടെയുള്ള എ ഡി ഒ എന്ന് പറയുന്ന ആംഗിൾ കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 45 + 80 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഡി ഒ എന്ത് കിട്ടും? 55 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് ട്രയാങ്കിളായ ബി ഒ സി കൺസിഡർ ചെയ്യാം. അതിൽ നമുക്ക് ആംഗിൾ ബി ഒ സി കിട്ടി, സി ഒ ബി നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി ഒ എന്ന് പറയുന്ന ആംഗിളാണ്. ഓക്കെ, ബി സി ഒ എന്ന് പറയുന്ന ആംഗിളാണ്. അപ്പം ഇത് 80 ഡിഗ്രിയാണ് ബി ഒ സി പ്ലസ് 45 ഡിഗ്രി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബി സി ഒ നമുക്ക് എന്ത് കിട്ടും? 55 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ക്വാഡ്രിലേറ്ററിലുള്ള എല്ലാ ആംഗിൾസ് കിട്ടി, അതുപോലെ തന്നെ ഡയഗണൽസിലുള്ള ആംഗിൾസും കിട്ടി.
അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സമ്മറിയാണ്. ആംഗിൾ എ എന്ന് പറയുന്നത് 45 + 50 = 95. ബി എന്ന് പറയുന്നത് 75 ആണ്. അതുപോലെ തന്നെ ആംഗിൾ സി 85 ഡിഗ്രിയും ആംഗിൾ ഡി എന്ന് പറയുന്നത് 105 ഡിഗ്രിയുമാണ്. ഇതാണ് ഫൈനൽ ആൻസർ. ക്വസ്റ്റ്യൻ, അതായത് ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ അത് സൈക്ലിക് ആയിരിക്കില്ല എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ക്വാഡ്രിലേറ്ററൽ എടുത്താലും ആ ക്വാഡ്രിലേറ്ററിൽ സൈക്ലിക് ആവണം എന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്വാഡ്രിലേറ്ററൽ ABCD എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എയും അതുപോലെ തന്നെ ആംഗിൾ സിയും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ പാരലോഗ്രാമിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ആംഗിൾ എ ഈക്വൽ ടു എന്താണ്, ആംഗിൾ സി എന്നാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി, അതായത് 90 ഡിഗ്രി ആണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 90 ഡിഗ്രി കിട്ടിയെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു സം ഓഫ് ദി ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇവിടെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ആംഗിൾ എ പ്ലസ് ആംഗിൾ എ തന്നെയാണല്ലോ. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ എ എന്ന് പറയുമ്പോൾ 2A ആയി. അപ്പോൾ 2A ഈക്വൽ ടു 180/2 എന്ന് പറയുമ്പോൾ നമുക്ക് ആംഗിൾ എ എന്ത് കിട്ടി, 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ സി എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രി ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, റെക്റ്റാങ്കിൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സൈക്ലിക്കും അല്ല എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പാരലോഗ്രാം എന്താണ്, റെക്റ്റാങ്കിൾ ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാരലോഗ്രാം എന്തായിരിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, റെക്റ്റാങ്കിൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് സൈക്ലിക് ആവില്ല. അപ്പോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ, ഒരു നോൺ ഐസോസെലസ് ആയിട്ടുള്ള ട്രപ്പീസിയം സൈക്ലിക് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു നോൺ ഐസോസെലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോൺ ഐസോസെലസ് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ നോൺ പാരലൽ ആയിട്ടുള്ള സൈഡ്സ് രണ്ടും ഈ അൺഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ബേസ് ആംഗിൾസും ഈക്വൽ അല്ലാതിരിക്കണം. അതാണ് ഒരു നോൺ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നോൺ പാരലൽ സൈഡ്സ് എന്ന് പറയുമ്പോൾ AD നോട്ട് ഈക്വൽ ടു BC ആയിരിക്കണം. ബേസ് ആംഗിൾസ് ഏതൊക്കെയാണ്, ആംഗിൾ എയും ബിയും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കാൻ പാടില്ല. പിന്നെ ഒരു രണ്ട് ആംഗിൾസ്, അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നതിനെ നമ്മൾ B ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. അതായത് സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ. അങ്ങനെ 180 ഡിഗ്രി കിട്ടിയാലാണ് നമുക്ക് സൈക്ലിക് ആണെന്ന് പറയാൻ പറ്റുക. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ആംഗിൾ എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി എന്നാണ്. അപ്പോൾ ഈ ആംഗിൾ B പ്ലസ് ആംഗിൾ D 180 ഡിഗ്രി എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് നോട്ട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ നോട്ട് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്താണ്, സൈക്ലിക് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ABCD സൈക്ലിക് ക്വാഡ്രിലേറ്റർ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിനർത്ഥം എന്താണ്, ഈ നോൺ ഐസോസെലസ് ആയിട്ടുള്ള ഒരു ട്രപ്പീസിയം സൈക്ലിക് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ സർക്കിളിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുണ്ട്. ഇക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ വേർട്ടീസസിൽ നിന്ന് രണ്ട് ലൈൻസ് ജോയിൻ ചെയ്ത് സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ABCD എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടുണ്ട്. ഇതിൽ ആംഗിൾ, അതായത് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും എന്തായിരിക്കും, 60 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. അപ്പോൾ 60 ഡിഗ്രിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററൽ ABCD കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ക്വാഡ്രിലേറ്ററൽ ABCD കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ വരുന്നത്, ABC, അതുപോലെ തന്നെ ADC ആണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രിയാണ്.
അപ്പോൾ എ ഡി സിൻ്റെ ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയാം 60 ഡിഗ്രി എന്ന്. അപ്പോൾ എ ബി സിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈക്വൽ ടു 180 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ മാർക്കഡ് എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സർക്കിളിനുള്ളിൽ സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ രണ്ട് വേർട്ടീസസ് നിന്ന് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ രണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് പോയിന്റിൽ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് നമ്മോട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതൊരു സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലൊരു ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്ന ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്തു. അപ്പം നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതൊരു ഡയഗണൽ ആണല്ലോ. അപ്പോൾ ഡയഗണലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. അപ്പം 90 ഡിഗ്രി പോയിട്ട് എന്തായിരിക്കും? എ ബി സി ഡി എന്ന് പറയുന്നതിൻ്റെ ഈ ആംഗിൾ സി എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 90 ഡിഗ്രി പോയിട്ട് ഇപ്പോൾ 45 ഡിഗ്രിയാണ് ആയിരിക്കണത്. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി കിട്ടി. ഇനി നമ്മൾ ഈ പറയുന്ന ക്വാഡ്രിലേറ്ററിൽ കൺസിഡർ ചെയ്യാം. അതിൽ ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡി ആയിട്ട് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതിൽ 180 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ്? 45 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ ബി പ്ലസ് 45 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ആംഗിൾ ബി എന്തായിരിക്കും കിട്ടുക? 135 ഡിഗ്രിയാണ് നമ്മുടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. Question: In the picture below, two circles intersect at P and Q. Lines through these points meet the circles at A, B, C, D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. അതായത് രണ്ട് സർക്കിള് P എന്ന് പറയുന്ന പോയിന്റിലും Q എന്ന് പറയുന്ന പോയിന്റിലും ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ കൂടെ രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻസിലെ എ ബി സി ഡി എന്ന് പറയുന്ന ഈ 4 പോയിന്റിലും ഈ പറയുന്ന സർക്കിൾസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എ സി എന്ന് പറയുന്ന ലൈനും ബി ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് ക്വസ്റ്റ്യൻ എന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലൈൻസ് ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ എ ബി ഡി സി എന്ന് പറയുന്ന ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ രണ്ട് പോയിന്റില്ലേ ഇത് രണ്ടും ജോയിൻ ചെയ്യാനാണ് പോണത്. അതായത് പിയും ക്യൂവും ഞാൻ ജോയിൻ ചെയ്തു. പിയും ക്യൂവും ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ എ പി ബി ക്യൂ എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററും കിട്ടി. അതുപോലെ തന്നെ പി ക്യു ഡി സി എന്ന് പറയുന്ന രണ്ടാമത്തെ ക്വാഡ്രിലേറ്ററും കിട്ടി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഈ പറയുന്ന എ എന്ന് പറയുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആക്കിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ പി ക്യു ഡി എന്ന് പറയുന്നതും എക്സ് ഡിഗ്രി ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ടർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് ക്യൂ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് എ. അപ്പോൾ അതുകൊണ്ട് പി ക്യു ഡി നമുക്ക് എക്സ് ഡിഗ്രി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ക്വാഡ്രിലേറ്ററൽ കൺസിഡർ ചെയ്യുമ്പോൾ അടുത്തത് പി സി ഡി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പി ക്യു ഡി സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലേറ്ററിൽ പി സി ഡി ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു പി ക്യു ഡി എക്സ് ഡിഗ്രി ആണെന്ന്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ചെയ്താൽ നമുക്ക് പി സി ഡി എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. എങ്ങനെയാണ് ഈ 180 ഡിഗ്രി എടുത്തത്? നമുക്കറിയാം ഒരു ക്വാഡ്രിലേറ്ററിൽ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ എക്സ് ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ട് ആംഗിളിൻ്റെയും സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ പി സി ഡി എന്ന് പറയുന്ന ആംഗിൾ 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എന്ന് എടുത്തെഴുതി. ഓക്കെ, ഇനി ആംഗിൾ എയും അതുപോലെ തന്നെ ആംഗിൾ സിയും നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ ഓൾറെഡി നമുക്കറിയാം എക്സ് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആംഗിൾ സി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി എന്ന് കിട്ടി.
അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണെന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിൻ്റെയും സമ്മ് 180 ഡിഗ്രി ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് എ ബി അതുപോലെ തന്നെ ഈ സൈഡ് സി ഡിയും പാരലൽ ആണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഒരു സൈഡ് പാരലൽ പിന്നെ രണ്ട് ആംഗിൾസ് 180 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രപ്പീസിയം ആണെന്ന് പറയാം. അതായത് എ ബി ഡി സി എന്നുള്ളതിന് നമുക്ക് ട്രപ്പീസിയം ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, എ സി ആൻഡ് ബി ഡി ആർ നോട്ട് പാരലൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നോൺ പാരലൽ സൈഡ്സും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് വെർട്ടെക്സുകൾ, അതിപ്പോൾ ഈ ഒരു എ ബി അതുപോലെ തന്നെ സി ഡി എന്ന് പറയുന്ന വെർട്ടെക്സുകളെല്ലാം സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നോൺ പാരലൽ സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ സർക്കിളിൻ്റെ പോയിന്റിൽ ഈ പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ വെർട്ടെക്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ഒരു ഐസോസെലസ് ട്രപ്പീസിയം ആണെന്ന് കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ലെങ്ത് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ട് എ സിയും ബി ഡിയും പാരലൽ അല്ല എന്നുള്ളത്. ഐസോസെലസ് ട്രപ്പീസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ നോൺ പാരലൽ സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എ സി ഈക്വൽ ടു ബി ഡി എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് എ ബി ഡി സി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ കൂടിയാണ് എന്നാണ്. അപ്പോൾ എല്ലാ ഐസോസെലസ് ട്രപ്പീസിയും എന്തായിരിക്കും, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഈ എ ബി ഡി സി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: The circles on the left and right intersect the middle circle at PQRS lines. Joining these meet the left and right circles at ABCD. Prove that ABDC is a cyclic quadrilateral. അതായത് ഈ ഗ്രീൻ കളർ സർക്കിളിൻ്റെ ലെഫ്റ്റും റൈറ്റ് പോർഷനിലും രണ്ട് സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് ആണ് PQRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ ABDC എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് രണ്ടിനെയും ജോയിൻ ചെയ്യണം. അതായത് ആർ എസും പി ക്യൂവിനെയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എ പി ബി ക്യു, പി ക്യു ആർ എസ്, പിന്നെ എസ് ആർ സി ഡി എന്ന് പറഞ്ഞിട്ട് 3 ക്വാഡ്രിലേറ്റർ ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആംഗിൾ എനെ എക്സ് ആക്കിയിട്ട് എക്സ് ഡിഗ്രി ആക്കിയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ എക്സ് ഡിഗ്രി ആക്കിയിട്ട് എ അസ്യൂം ചെയ്യുമ്പോൾ ഇവിടുത്തെ പി ക്യു എസ് എന്ന് പറയുന്നതും എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്, ഇന്നർ ആംഗിൾ ഓഫ് ദി അറ്റ് ദ വെർട്ടെക്സ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു ദി ഔട്ടർ ആംഗിൾ അറ്റ് ദി വെർട്ടെക്സ് ക്യൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ ഈ പി ക്യു എസ് കിട്ടി, ആംഗിൾ എയും കിട്ടി, എക്സ് ഡിഗ്രി ആണെന്ന്. ഇനി നമ്മൾ എസ് ആർ സി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാം എക്സ് ഡിഗ്രി എന്ന്. ഇതെങ്ങനെയാണ് നമ്മൾ എക്സ് ഡിഗ്രി ആക്കിയിട്ട് എടുത്തത്, ഈ ക്യൂ എന്ന് പറയുന്ന വേർട്ടെക്സിലുള്ള ആംഗിളും ഇവിടുത്തെ ഈ ആർ എന്ന് പറയുന്ന വേർട്ടെക്സിലെ ഔട്ടർ ആംഗിളും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എസ് ആർ സി എന്ന് പറയുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആക്കിയിട്ട് എടുത്തു. അപ്പോൾ ഈ എസ് ആർ സി എക്സ് ഡിഗ്രി ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ആംഗിൾ ഡി കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ ഡി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി എക്സ് ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ഉള്ളിലുള്ള ആംഗിളുടെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എന്ന് ആംഗിൾ ഡിയെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ആംഗിൾ എയും ഡിയും കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. അപ്പം ആംഗിൾ എയും ആംഗിൾ ഡിയും പ്ലസ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. എ ബി ഡി സി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. Question: In the picture, the bisectors of the angles of the quadrilateral ABCD intersect at PQRS. Prove that PQRS is a cyclic quadrilateral. Okay. അപ്പോൾ ഇവിടെ ABCD എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രിലേറ്ററൽ തന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബൈസെക്ടേഴ്സും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൈസെക്ടർ എല്ലാം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് PQRS എന്ന് പറയുന്ന പോയിന്റ്സ്. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ PQRS, ഇവിടെ ഒരു ചെറിയൊരു ക്വാഡ്രിലേറ്ററൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററിൽ സൈക്ലിക് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ ഫിഗറിൽ നമുക്ക് ആദ്യം ABCD എന്ന ക്വാഡ്രിലേറ്ററൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഈ ആംഗിൾസ് എല്ലാം ABCD എന്ന് പറയുന്ന ആംഗിൾസിനെല്ലാം നമുക്ക് 2D 2C 2B 2A എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് 2A 2B 2C 2D എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഒരു ബൈസെക്ടർ ആണ്. അപ്പോൾ ഈ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുമ്പോൾ 2A ആയിട്ട് മാറും. അതേപോലെ തന്നെ ഓരോ ആംഗിളും സിയിലും ബിയിലും ഡിയിലും എല്ലാം ഈ ബൈസെക്ടേഴ്സ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആംഗിൾ ബിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ 2B ആയി മാറും. അതേപോലെ തന്നെ 2D ആയി മാറും. അപ്പോൾ നമുക്ക് 2A 2B 2C എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആംഗിൾ DAS എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ DAS എന്ന് പറയുന്നതിന് A ഡിഗ്രി എന്ന് പറയാം. കാരണം എന്താണ്, AS എന്ന് പറയുന്ന ബൈസെക്ടർ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യണതുകൊണ്ടാണ് DAS ഈക്വൽ ടു A ഡിഗ്രി എന്ന് എഴുതി. സിമിലർലി നമുക്ക് ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് ബാക്കി ആംഗിൾസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആംഗിൾ SDA എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ആംഗിൾ D ആണ്, D ഡിഗ്രി ആണ്. അതേപോലെ തന്നെ CBQ ഈ CBQ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ B ഡിഗ്രിയാണ്. QCB എന്ന് പറയുമ്പോൾ C ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ക്വാഡ്രിലേറ്ററിൽ എല്ലാ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ A പ്ലസ് B പ്ലസ് C പ്ലസ് D ഡിഗ്രി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ക്വാഡ്രിലേറ്ററൽ PQRS കൺസിഡർ ചെയ്യാം. PQRSൽ ആംഗിൾ R എങ്ങനെയാണ് കണക്കാക്കുക നോക്കാം. അപ്പോൾ ആംഗിൾ R കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ARB എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ മൊത്തത്തിൽ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇതിൽ എന്റെ ആംഗിളും ബിന്റെ ആംഗിളും വന്നിട്ട് A ഡിഗ്രി B ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് A ഡിഗ്രി പ്ലസ് B ഡിഗ്രി എന്ന് ചെയ്യാം. ഇനി അടുത്ത അതേപോലെ തന്നെ ആംഗിൾ P നോക്കാം. ആംഗിൾ P എന്ന് പറയുമ്പോൾ നമ്മൾ PDC എന്ന് പറയുന്ന ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ 180 ഡിഗ്രി മൈനസ് എന്ത് ചെയ്യുക, D ഡിഗ്രി പ്ലസ് C ഡിഗ്രി എന്ന് ചെയ്യുക. അപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററിൽ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ സമ്മാണ് നമ്മൾ 180 ഡിഗ്രി എന്ന് പറയേണ്ടത്. അപ്പോൾ ആംഗിൾ P പ്ലസ് ആംഗിൾ R എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി മൈനസ് C പ്ലസ് D ഡിഗ്രി പ്ലസ് R എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 180 ഡിഗ്രി മൈനസ് A പ്ലസ് B എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 180 പ്ലസ് 180 എന്ന് പറയുമ്പോൾ 360 ആവും. മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ABCD എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ 360 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി തന്നെ കിട്ടി. അതായത് ആംഗിൾ P പ്ലസ് ആംഗിൾ R 180 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ മൊത്തത്തിലുള്ള ആംഗിളാണ് ഈ A ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 2A എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് 2B എന്നും 2C 2D എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എല്ലാം കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ 2A പ്ലസ് 2B എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ 360 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റി, ഇവിടെ ആംഗിൾ P പ്ലസ് ആംഗിൾ R എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് PQRS എന്ന് പറയുന്നതിന് നമ്മുടെ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. In the first picture below, points PQR are marked on the sides BC, CA, AB of a triangle ABC. And circumcircles of the triangles AQR and BRP are drawn. They intersect at the point S inside the triangle. Prove that the circumcircle of the triangle CPQ also passes through S as in the second picture. Okay. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BC അതുപോലെ തന്നെ CA ആൻഡ് AB ഈ ട്രയാങ്കിളിൽ ഓരോ പോയിൻറ്റ്സ്, അതായത് PQR എന്ന് പറഞ്ഞിട്ട് 3 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 3 പോയിൻറ്റ്സിൽ നിന്നും ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതായത് AQRും അതുപോലെ തന്നെ BRPയും. ഓക്കെ, ഇതിൽ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള S എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ CPQ എന്ന് പറയുന്ന
ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഈ വെളിയിലുള്ള സർക്കിളും ഈ ഒരു പോയിന്റിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ CPQ എന്ന് പറയുന്ന ട്രയാങ്കിളിലെ സർക്കിൾ ഈ S എന്ന് പറയുന്ന പോയിന്റിലേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ CPSQ എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് എന്ന് പ്രൂവ് ചെയ്യാത്താൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആംഗിൾ പി എന്ന് പറയുന്നത് ആംഗിൾ PSCയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയാൻ പറ്റുക എന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിളും വെർട്ടെക്സ് ബിയിലെ ഇന്നർ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ PSC എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഈ QSCയും അതുപോലെ തന്നെ PSCയും ആംഗിൾ A പ്ലസ് ആംഗിൾ B ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ QSCൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ എസ് എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ എന്താണ് ഔട്ടർ ആംഗിളും എ എന്ന് പറയുന്നതിൻ്റെ ഇന്നർ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ QSC നമുക്ക് ആംഗിൾ എ ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ PSC ആംഗിൾ ബി ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ആംഗിൾ QSC പ്ലസ് PSC എന്ന് പറയുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ആംഗിൾ QSC പ്ലസ് PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ PSQ ആണല്ലോ. ഓക്കെ, അപ്പോൾ PSQ എന്ന് പറയുന്നതിന് നമുക്ക് ആംഗിൾ A പ്ലസ് ആംഗിൾ B എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ആംഗിൾ C കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആംഗിൾ PSQ എന്ന് പറയുന്നത് A പ്ലസ് ബി ആണ്, പ്ലസ് ഈ C കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ മൊത്തം ഈ ക്വാഡ്രിലാറ്ററായി ആംഗിൾ A B അതുപോലെ തന്നെ C, നമ്മുടെ CPSQ എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററായി. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിലുള്ള സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പം ആംഗിൾ PSQ പ്ലസ് C എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആംഗിൾ PSQ പ്ലസ് C എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? CPSQ എന്ന് പറയുന്നതിന് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPSQ ഒരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ CPQ എന്ന് പറയുന്നത് ഈ S എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുമെന്ന് പറയാനായിട്ട് പറ്റും. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.